അൽ ഷംസി. അതൊക്കെ മൂന്ന് എന്താ നേരത്തെ വന്നേ ഗൈസ്. സെബിക്ക് സെബിന്റെ അതേ സ്വഭാവമുള്ള മൂന്നെണ്ണം. ആ മൂല്യം കഴിഞ്ഞ ഏകദേശം എനിക്ക് കവറൊന്നുമില്ല. ഷെയ്ഡാണോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ്, വെർ ഈസ് നുജോബി. ഇന്നപ്പോ നോമ്പുറപ്പിക്കൽ. യെസ്, ഇന്ന് നമ്മള് ബീട്രൂട്ട് അമ്മായിയുടെ വീട്ടിൽ നോമ്പുറപ്പിക്കാൻ വേണ്ടി വന്നിക്കാണ്. ബീട്രൂട്ട് അമ്മായി അല്ല, തച്ചുവിന്റെ വീട്ടിലാണ് നോമ്പ്. തച്ചല്ലാത്ത ബാക്കി എല്ലാരും നോമ്പുറപ്പിക്കാൻ നോണ മാത്രം കാണുന്നില്ല. വിളിച്ചോക്ക്. അപ്പം ഗായ്സ്, നമ്മളിന്ന് നോമ്പുറ വിശേഷങ്ങളായിരിക്കും. തച്ചുവിന്റെ വീട്ടിലത്തെ നോമ്പുറ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ ഉണ്ടാവാം. അപ്പം എങ്ങനെ തുടങ്ങാം? ലച്ചുവിന്റെ അമ്മയാണ് പറയും. ഫുൾ ബിസിയാണ്. പറഞ്ഞോളി. ഫുള്ള് സെറ്റപ്പാണ് ഗൈസ്. ഫുള്ളായിട്ടെല്ലാം വെച്ച്. എന്തിനാ ഇത്ര നേരത്തെ വന്നത്? എന്തിനാ നേരത്തെ വന്നേ? കുടിക്കെടുക്കണോ എന്തേലും? സെബിയുടെ സമയൊക്കെ കണ്ട് ഞങ്ങളൊക്കെ 4 മണിക്ക് എത്തി. ആവശ്യമുള്ള മുന്നിലിരിക്കണം. നിങ്ങൾ ബാക്ക് പോയിക്കണം, നമ്മള് പ്രശ്നമല്ല. ഇങ്ങോട്ടാണല്ലേ നേരത്തെ വന്നേ? ഇതാണ് പെണ്ണുങ്ങളുടെ ഇങ്ങോട്ട് തിരി സംശയ. അല്ല പിന്നെ മൂഡ് ഔട്ടോ, അതിനെനിക്ക് പ്രമോഷൻ കൊടുക്കാം. ഗൈസ്, ഇതാണ് ഷംസിയുടെ മൂഡ്. എങ്ങനെയുണ്ട്? ഇത് പയമ്പൊരി പയമ്പൊരിയല്ലേ? അത് മറ്റേതാ മുളക് പയമ്പൊരി. ഇതിൽ ഓരോ സമൂസ കൊറേ ഉണ്ട് തോന്നുന്നുണ്ട്. ഷംസി ഷംസി ടേസ്റ്റ് ഉണ്ടേനോ? പ്ലേറ്റ് വെക്കണേന് മുന്നേ നോക്കിയില്ലേനോ? മുണ്ടൂല, നിന്റെ അടുത്ത് മുണ്ടൂല. പനി എടുക്കും സെബി. ചെയ്ത് ഫീൽഡേന് ഞാൻ ഈ ഫീൽഡേ അല്ല. ഞാൻ എന്തൊക്കെയാണ് തച്ചുന്റെ വീട്ടിലുള്ളത്? സമൂസ, കട്ട്ലേറ്റ്, പയംപൊരി. സെബി കുറച്ച് ഉറക്കനെ പറയണം, മൈക്ക് ഉണ്ട് ആബിച്ചന്റെ. ഇത് പയംപൊരിയാണ് ഗൈസ്. അത്രയാ ഒന്നിനെന്ത് കൊറേ നിറച്ചിരിക്കുന്നേ. പുതിയ പണിക്കാരൻ ബാംഗ്ലൂർ പോവാ. വീട്ടിൽ പോയി നിസ്കരിക്കാം, പള്ളിയിൽ പോയി നിസ്കരിക്കില്ല, ഞങ്ങളെ വീട്ടിൽ പോകുന്നത്. ഷംസിൽ ഇപ്പൊ മെയിൻ ആവുക. ഓ പണിയൊന്നും എടുക്കല്ലേ. എന്റെ വീഡിയോയിൽ വന്ന് നമുക്ക് പെണ്ണിട്ടു മനസ്സിലായി. ഞങ്ങള് പള്ളിയിൽ പോവാ. 4 റക്കായത്താ? 3 റക്കായത്താ? അല്ല, മലപ്പുറം ജില്ലക്ക് 4 ജില്ല മാറിയില്ലേ? ഇന്തല്ലേ ഇന്റെ കമന്റ് സെക്ഷനിൽ ആസിഫ് അലി ആണോന്ന് അവിടെ എനിക്ക് തോന്നുന്നുണ്ടോ? സത്യം അതല്ല ഞാൻ നടത്തില്ല. അത് എന്റെ അടുത്തന്നെ കഴിവ്. അതൊക്കെ ലുക്കാണോ? എങ്ങനെ ഒന്നുകൂടി പറയാം. ഒന്നുകൂടി ഈ ചെക്കൻ ഭയങ്കര ലുക്കാണെന്നോ?
നോക്കി പിന്നെ സൂം ചെയ്ത് ഉണ്ടാവില്ല. ഞങ്ങളില്ല അതന്നെ വന്നത്. രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരാണ് ഇരിക്കുന്നു. ഇന്ന് എന്റെ വ്ളോഗിൽ നമ്മൾ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് ഷംസിർ എന്താ മറ്റേ പറയും ചട്ടിപ്പറമ്പേ ഇവിടെ ഒരാളില്ലേ ദിൽഷാദിന്റെ കല്യാണത്തിന് ഞാൻ ഞാൻ സുന്ദരനാന്ന് ഒരാൾ പറയുന്നൊക്കെ എന്റെ വ്ളോഗ് കിട്ടി. അല്ലാതെ ആസിഫ് അലിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരാളെ. അല്ല സീരിയസ്ലി കമന്റ്സ് അത് സോറി ആസിഫ് അല്ല പോലെ തോന്നുന്നു. എന്റെ കമന്റ് സെക്ഷനിൽ ഫുൾ അതാണ് ആസിഫ് അലി ലുക്ക്. തച്ചക്കൊന്നും പറയാം, അവള് വ്ളോഗ് എടുക്കാനാ വന്നത്. ഞാൻ ഒരു ദിവസം നോമ്പ് പറ്റില്ല വെച്ചപ്പോൾ കേട്ടോ, ഞാൻ സെബീന്റെ വീട്ടിലെ നോമ്പൽക്കാണ്ടൊക്കെ ഞാൻ കണ്ടന്റ് ആക്കും. അച്ഛൻ്റെ താത്ത തച്ചുന്റെ താത്ത ഫുള്ള് മിസ്റ്റേക്ക്. ഇതില് കറുത്ത മുന്തിരി ഇല്ല, ഇതില് പച്ച മുന്തിരി. ഇത് ഫിൽറ്റർ ഇടണേന്ന് പറഞ്ഞേ. അതന്നെ ശരിയാ, തച്ചോടെ നിന്നോട്ടാ. ഓ അങ്ങനെ 14 വയസ്സുള്ളതാ കണ്ട പറയൂ. അത് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ സന്തൂർ മമ്മി തന്നെ. അപ്പൊ സന്തൂർ മമ്മി അപ്പൊ ഈ തള്ളയിന് അപ്പൊ തള്ള ആയിക്കോട്ടെ. ആപിച്ച മാറ്റി പണിയെടുത്ത വീഡിയോക്കുള്ളതായി. ആയോ പയമ്പൂരായോ കഴിഞ്ഞില്ല? എത്രാമത്തെ നോമ്പാ ഞാൻ ചോദിച്ചല്ലേ പറയ്, എത്രാമത്തെ നോമ്പാ? 18 നോമ്പായാ? എനിക്കറിയില്ല, ഞാൻ ഫുള്ള് നോമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയില്ല, ക്ഷീണം കൊണ്ട് മറന്നേതാ. ആ ശരിയാണ്. ആപിച്ചക്ക് അറിയായിരുന്നാ 18 അറിയോ? അപ്പൊ ഞാനൊക്കെ 12 ദിവസമുള്ള ഡ്രസ് എടുക്കാനേ. സർബത്തല്ലേ സർബത്ത് വെള്ള കളർ ഉണ്ടാവാ. എത്ര നോമ്പായി ഇന്നോ? ആ 17. ആ ശരി, അൽഹംദുലില്ലാ. ഇത്ര നേരം പറയാൻ പറ്റൂല. ഇന്ന് 18. എനിക്കറിയില്ല, ഓൻ പറഞ്ഞ അറിവൊക്കെ അറിയുള്ളൂ. ഇതൊക്കെ കേട്ടോണ്ടിട്ടോ. ഇതാ നമ്മളെ പെണ്ണുകളുടെ രോമാഞ്ചം ഷംസിക്ക. നിങ്ങളിങ്ങനെ ഒട്ടുമന വികണ അങ്ങനത്തെ ചെയ്തേ. നല്ല ചോദിച്ചിട്ട് കരിഞ്ഞു കൊടുത്തോ, കരയിട്ടോ വേണ്ട പറഞ്ഞു ചെയ്യേ. അതൊരു കരയിച്ച കണ്ണൊക്കെ ചോപ്പുതാവും. വേണ്ട, ഈ തോറ്റോ? ഞാൻ തോറ്റിട്ടൊന്നുമില്ല. ഒന്നുകൂടെ പറയേ. ഫുഡ് കഴിച്ചിട്ട് ബീഫ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നടമ്പോ ഞാൻ വിക അങ്ങനത്തെ സാധന അല്ല, ഞാൻ അങ്ങനെ പൊന്ത അങ്ങനത്തെ പറയും. ഞാൻ ഇങ്ങനെ കൊട്ടുമ്പോ തല ഞാൻ വേറെ ആളായിട്ട് കണ്ടിട്ട് കാര്യാ. ആ ഗോൾഡ് കാർഡ് ഇതിനുള്ളിൽ കയറി പിന്നെ തിരിച്ചു കയറൂല. ഇന്ന് എടുത്തില്ല. എന്റെ ഇല്ലേ ലിപ്സ്റ്റിക്ക്? ആ പറയ്. പല്ലു നിക്കുന്നെങ്കിൽ അല്ല പിടിക്കട്ടെ. കൈ ഇങ്ങനെ അമർത്തി പിടിക്കും. കൈ നല്ല ഇങ്ങനെ അമർത്താ ഒന്നുമില്ല. ഒന്ന് ഇങ്ങനെ പിടിക്കും. ഓക്കെ, നമ്മ കൈ മടക്ക്, കൈ മടക്ക്. ഒരിക്കലും തുറക്കരുത് കേട്ടോ. ഒരിക്കലും ലിപ്സ്റ്റിക് ഇട്ട് തേച്ച് കൊടുത്തോ. ഒരിക്കലും തുറക്കരുത്. ശക്തി എന്ത് ഷെയ്ഡാണോ? ഓക്കെ, ഒന്നുകൂടി. ഓക്കെ, ഒന്നിന്റെയും സത്യം പറഞ്ഞോ, 1-ന്റെ 5-ന്റെ ഉള്ളിൽ മനസ്സിൽ സംഖ്യ വിചാരിച്ച 3 ആണോ? അല്ല, 2 പേരെ നിർത്തി. ഇതില് 2 പേരെ നിർത്തി.
ഇഷ്ടപ്പെട്ട ഫ്ലവർ മനസ്സിലായിരിക്കും. റോസാപ്പൂ, ജാസ്മിൻ, ചെമ്പരത്തി. ഇജും മറ്റൊരു പേരെന്താണ്? മഞ്ഞക്കാട് അൻഷിഫൂന് മായ്ക്കാൻ പോവാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വിശ്വസിച്ചോ? ആദ്യം എന്റെ കൂടെ കൈയിട്ടുണ്ടാവും. ആ വീട് നോക്കട്ടെ. വിഭവമുള്ളത് എന്താണ്? നോക്കേ. ബീഫ് ചിക്കൻ ബിരിയാണിയോ? ഷംസി ഇവിടെ മെയിൻ ആവാണ്. ഞാൻ എന്തെല്ലാം ഇവിടെ 3 പണിക്കാരാണ് ഇറക്കിയത്. അൽ ഷംസി, അൽ സെബി, ആബിച്ചോടെ ആബിച്ച. എന്റെ ആബിച്ച പണിയെടുക്കാൻ ആവശ്യത്തിനെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടി ഞാൻ അഭിമാനിക്കുന്നു. എന്തൊക്കെ പൊന്നൊക്കെ എടുക്കുന്നുണ്ട്. എങ്ങനെ കാച്ചിക്കാൻ കിട്ടി? നല്ല ചെക്കനെ എങ്ങനെ കിട്ടി? ഈ നല്ല പെൺകുട്ടിനെ എങ്ങനെ കിട്ടി വെച്ചോക്കെ? അന്ന് ലോറിയുടെ ഇടയിൽ കൂടെ കൊണ്ടേ അന്ന് വണ്ടി കഴിച്ചായിരുന്നു എനിക്ക്. അതെ, അന്ന് വണ്ടിയോ തീരുന്ന എനിക്ക്. ഞാൻ നോക്കിക്കാണോ കാവലിക്കാണോ നിങ്ങള്? എനിക്ക് കവറൊന്നുമില്ല. ഞാൻ അങ്ങനെയൊന്നും കൊണ്ടുവരില്ല. വേണ്ട. എന്താ വീണ്ടും ഷംസി. പെണ്ണുങ്ങൾ കെട്ടണം. ഷംസിനെ പോലത്തെ ഒരു ചെക്കനെ കെട്ടണം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എന്തൊരു പണിയെടുക്കാ. ഫൈനലി അഭിച്ച ഫുഡ് കഴിക്കാം. ഫൈനലി ഇത് പോത്തല്ലേ? അല്ല, ഓനെ നോക്കിട്ട് പോത്തല്ലേ? ഷംസില്ലേ ഫുള്ള് ട്രിക്കാണ്. ഈ മൂലയില് ഈ ടേബിളില് 4 മൂലയില് ബീഫ് വെച്ചു. എന്നിട്ട് ഇപ്പൊ ആ മൂല കഴിഞ്ഞ് ആ മൂലയും കഴിഞ്ഞ് ഏകദേശം ഈ മൂലത്തെ കൊണ്ടുപോയി അതും കഴിഞ്ഞ് പ്ലേറ്റ് ബീഫിന്റെ ലോറി പറഞ്ഞതോ. അവിടെ ഒരാള് മാന്യമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഓനെന്നെ പോയി ഷംസി പോയി. 5 പേരുടെ ഇടയിൽ ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കും. 3 എന്താ? ഒന്നും കൂടി. നിങ്ങൾ എങ്ങനെ പ്രണയിച്ചു? സോ ഗൈസ്, ഞങ്ങൾ നോമ്പ് തുറന്നു. ചെറുപ്രായക്കാരായ ഞങ്ങൾ ഗെയിം കളിക്കാൻ പോവാണ്. ആപിച്ച എന്താ ഗെയിമിന്റെ പേര്? ഞങ്ങളുടെ നാട്ടിലതിന് പാസ് എന്ന് പറയാ. കൊയ്ത്തലൊക്കെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് 4 കഷ്ണം പേപ്പർ ഉണ്ടാവും, ഒരേപോലെ സെറ്റ് ആക്കല്ലേ. അത് ആരതാണെന്ന് അറിയാം. ആ ബാക്ക് കാണുന്നത് ഷംസിയുടെ ബാക്കാണ്. 4ാമത്തെ ഞാൻ ഉദ്ദേശിച്ചത്. ഇളകണില്ല എല്ലാവരുടെ കൈ. എല്ലാരും ഇനിയും തച്ചിനെ കിട്ടണം. ഇനിയും തച്ചിനെ അളിച്ചനൊക്കെ സോനിയ മാം കൊടുത്തോ. ഇങ്ങനെ വ്ളോഗ് അല്ല, മറ്റേ രീതിക്ക് എടുക്കും. ഓക്കെ ഗൈസ്, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇന്നെ മാത്രം ഫോക്കസ് ചെയ്യല്ല, എല്ലാവരും ഫോക്കസ് ആക്കേ. പോയി തന്നാ കളി. ഓക്കെ, ഞാൻ അയക്കണ്ടേന്നാ. ഇങ്ങോട്ടേക്കാ സോനി ഇങ്ങനെ എടുക്കണം. തല മാറ്റടി. സോറി. ആ മതി, ഞങ്ങൾ 4 ആളും അടിക്കാം.
ഞാൻ നോക്കും ഗൈസ് സെബിക്ക് സെബിന്റെ അതേ സ്വഭാവമുള്ള 3 കിട്ടിയത്. വെറുതെ അല്ല സെബി ഇങ്ങനെ ആയത്. എന്റെ ആവിച്ച ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഓരെ കൂടെ സെബിന്റെ കൂടെ ഷെബിന്റെ സംസിന്റെ കൂടെ അന്ന് അവന് ജീവിതം കൊളന്തോണ്ടി ഉറങ്ങുമ്പോ മാത്രം എല്ലാത്ത പക്ഷം അവനമാർക്ക് വേറെ ആളില്ല. ആവശ്യക്ക് ബാത്റൂം പോണോ? ബാത്റൂം പിന്നെ ഇതാണ്. പെയിന്റ് അടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഷെറിനെ കോണ്ടാക്ട് ചെയ്യുക. പെയിന്റ് അടിക്കണമെങ്കിൽ ഷെറിനെ കോണ്ടാക്ട് ചെയ്യുക. വളരെ തുച്ഛമായ പൈസക്ക് നല്ല വൃത്തിക്ക്. ഇപ്പൊ ഇർത്തത്ത് വീട്ടിൽ പോകാനും ലിപ്സ്റ്റിക് ഇടാണ് രണ്ടും കൂടി. ആരാ നോക്കട്ടെ തെച്ചോക്കട്ടെ. അത്രക്ക് വേണോ? ആപിച്ച് ലിപ്സ്റ്റിക് ഇടാൻ പോവാ? ഇവിടെ മറ്റത് എന്റെ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് വരും. ഹായ്. ഇതെന്ത് സ്ഥലത്തിന്റെ പേര്? അച്ചാർപ്പാടോ? കുറുവ അച്ചാർപ്പാട്. ഗായ്സ് എന്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. ഗുലാബ് ജാമുൻ ഒക്കെ വേണ്ട. കാന്താരി അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടുത്തെ ഗുലാബ് ജാമുൻ തിന്നാതെ പോകാൻ പാടില്ല. അതായത് ചെരുപ്പിടനെ എങ്ങനെയുണ്ട്? You don't like it? നിനക്കല്ലേ എരിവ് വേണ്ടേ? ഇനി എരിവ് ചോദിക്കൂലല്ലോ. എന്നിട്ട് ഗുലാബ് ജാമുൻ അപ്പൊ റെഡിയാവും. അങ്ങനെ ഉപ്പിലിട്ടതും തിന്ന്, ഗുലാബ് ജാമുൻ തിന്ന്, മോര് സോഡാൻ കുടിച്ച്, മുളകിലിട്ടതും തിന്ന്. ഇപ്പൊ ഇന്നത്തോടെ നിർത്തണി. സോ നെക്സ്റ്റ് വീഡിയോ വരും വരെ സ്റ്റേ ട്യൂൺ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ. അടുത്ത ബ്ലോഗിൽ പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടാവും. അതെ യെസ്. അപ്പൊ ഓക്കെ, ബൈ ബൈ.